പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പറയുന്നത്. ക്ഷീണിതരും അവശരൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ ഇതിനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീഴരുത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് വീഴുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ തലകർക്കൊക്കെ വരും ചിലപ്പോൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നിങ്ങനെ മാറി അവിടേക്കൊക്കെ ഇരിക്കണുണ്ടോ. അല്ലാതെ പെടോ പറഞ്ഞ ഒറ്റ വീകലാണ് വീക്കുക. എന്നിട്ട് പിന്നെ ആൾക്കാരൊക്കെ കൂടി അത് സീനാകണ്ടെന്ന് പറയാം. അങ്ങനെ ചില ചെയ്യലുണ്ട്. കുറെ ഇടയ്ക്ക് ഒറ്റ വീകലാണ്. നമ്മള് ഉഹദ് യുദ്ധത്തിന്റെ ചെറിയ ചരിത്രമാണ് പറയുന്നത്. ഈ കാണുന്ന വിശാലമായി കിടക്കുന്ന വലിയ പർവ്വതമാണ് ഉഹദ് പർവ്വതം എന്ന് പറയുന്നത് കേട്ടോ. ഏകദേശം 8 കിലോമീറ്റർ നീളമുണ്ട് ഇതിന്. 8 കിലോമീറ്റർ നീളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ ചെറിയൊരു ഭാഗമേ കാണുന്നുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നിലോട്ട് ഒരുപാട് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്കൊക്കെ ഒരുപാട് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ വീതി എത്രയാണെന്ന് ചോദിച്ചാല് ഒരു 2.5 കിലോമീറ്റർ വീതിയുണ്ട്. ഇപ്പൊ 2.5 കിലോമീറ്റർ വീതിയും 8 കിലോമീറ്റർ നീളവുമുള്ള മദീനയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഉഹദ് എന്ന് പറയുന്നത്. മറ്റെല്ലാ പർവ്വതങ്ങളിൽ നിന്നും ഭിന്നമായി ഏറ്റവും വലിയ പർവ്വതമാണ്. ഒരു പർവ്വതത്തോടും ചേർന്ന് നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഉഹദ് എന്ന പേരൊക്കെ ഇതിന് കിട്ടുന്നത്. ഇതിന്റെ അസാമാന്യമായ വലുപ്പം നിമിത്തമാണ് പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങളൊക്കെ നബി പറയുമ്പോഴേ ഹദീസുകൾ പരിചയിച്ചവർക്ക് അറിയാം. റസൂൽ പറയുമായിരുന്നു ഉഹദ് മലയോളം എന്ന് പറഞ്ഞ് ഹദീസുകളിൽ സ്ഥിരമായി വരുന്ന ഒരു പ്രയോഗമാണ്. ഇപ്പൊ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു ജനാസയെ പിന്തുടരുകയും ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്താൽ, ഒരു മയ്യത്ത് നിസ്കാരം എന്നൊക്കെ പറയുന്നത് ഇവിടെ ഹറമിലൊക്കെ നിങ്ങൾക്ക് ധാരാളം കിട്ടുന്നതാണ്. അപ്പൊ ആകെ 4 തക്ബീറേ ഉള്ളൂ, റുക്കോയില്ല, സുജൂദില്ല, ചെറിയ ലഘുവായ പ്രാർത്ഥനകളേ ഉള്ളൂ. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് മയ്യത്ത് നിസ്കാരം വളരെ നിസ്സാരമാണ് എന്ന് ഒരാൾ വിചാരിക്കാൻ പാടുണ്ടോ? പാടില്ല. റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരാൾ ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ആ മയ്യത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം ഉഹദ് മലന്റെ അത്രയായിരിക്കും. അപ്പൊ അത് കേട്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും മയ്യത്ത് നിസ്കാരം ഒഴിവാക്കൂല. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ടും നിങ്ങൾ പിരിഞ്ഞു പോകാതെ മയ്യത്തിന്റെ കൂടെ ഖബർസ്ഥാനിലേക്ക് പോവുകയും മയ്യത്ത് മറമാടൽ കർമ്മത്തിൽ പങ്കെടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് 2 ഉഹദ് മലയുടെ അത്ര പ്രതിഫലം, 2 ഖീറാത്ത് എന്നൊക്കെ പറഞ്ഞ ഹദീസുകളിൽ ഉണ്ടാവും. എന്താണ് ഖീറാത്ത് വെച്ച്? ഉഹദ് മലന്റെ അത്രയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ റസൂല് ധാരാളം കാര്യങ്ങൾ ഉഹദ് മലയോളം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു ഹദീസ് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. നബിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പർവ്വതമാണ്, സ്വർഗത്തിലെ പർവ്വതം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജബലുൻ മിൻ ജിബാലിൽ ജന്ന. അപ്പൊ നബിക്ക് വല്ലാതെ ഇഷ്ടം കൂടിയാൽ പിന്നെ നബി അങ്ങനെയാ പറയാം, അത് സ്വർഗത്തിലെ പർവ്വതമാണെന്ന് പറയും. അത്രയും അതിനോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ്. നമ്മെ സ്നേഹിക്കുന്ന പർവ്വതമാണ് ഉഹദ്. വേറെ ഒരിക്കൽ റസൂൽ പറഞ്ഞ വാക്കാണ്, ഇന്ന ഉഹദൻ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന പർവ്വതമാണ് ഇത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂൽ ഉഹദ് മലന്റെ മുകളിൽ പ്രവാചകൻ കയറുന്നുണ്ട്. ഉഹദ് മലന്റെ മുകളിൽ നബി കയറി. നബിയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു ഉണ്ടായിരുന്നു, ഉസ്മാൻ റളിയല്ലാഹു ഉണ്ടായിരുന്നു. അവര് 4 ആൾക്കാരും ഉഹദ് മലയുടെ മുകളിൽ എത്തിപ്പെട്ടപ്പം ഉഹദ് പർവ്വതം പ്രവാചകന്റെ കാൽ കീഴിൽ കിടന്നിട്ട് ഇങ്ങനെ വറക്കാൻ തുടങ്ങിയെന്നാണ്. നബി കയറിയ സന്തോഷം കൊണ്ട് ഉഹദ് പർവ്വതം ഇങ്ങനെ വിറകൊണ്ടപ്പം റസൂൽ ഉഹദിനോട് പറയുന്നുണ്ട്, ഉഹദേ അടങ്ങി നിൽക്കുക, നിന്റെ മുകളിൽ ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാണ് നിന്റെ മുകളിലുള്ളത് എന്ന് ഓരോരുത്തരുടെ ഉദ്ദേശമാണ് പറയുന്നത്. ഒന്ന് പ്രവാചകൻ, മറ്റേത് സിദ്ദീഖ്, മറ്റേത് 2 രക്തസാക്ഷികൾ. ആ 2 രക്തസാക്ഷികളും ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു ഭാവിയിൽ രക്തസാക്ഷികളാകാനിരിക്കുന്നവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇളകാതെ നിൽക്കുക എന്ന് റസൂൽ പറയുമ്പം നബിന്റെ വാക്ക് കേട്ട മാത്രയിൽ ഉഹദ് ഇളക്കൊക്കെ മാറ്റി അച്ചടക്കത്തോടെ നബിന്റെ കാൽ കീഴിൽ നിന്നു എന്ന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീര സ്പർശമേറ്റ് സന്തോഷത്താൽ ഇളകി മറിഞ്ഞ പർവ്വതം കൂടെയാണ് ഈ കാണുന്ന ഉഹദ് പർവ്വതം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്ന കുന്നാണ് ജബലുർ റുമാത്ത്. ജബലുർ റുമാത്ത് എന്ന അമ്പെയ്ത്തുകാരുടെ കുന്ന് എന്ന് പറഞ്ഞാൽ ഈ കുന്നിന്റെ മുകളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ 50ഓളം വരുന്ന അമ്പെയ്ത്തുകാരെ കയറ്റി നിർത്തിയിരുന്നത്. അപ്പൊ അവരോട് നബി പറഞ്ഞിരുന്നു, ഇവിടുന്ന് എന്റെ കൽപ്പന കിട്ടാതെ ഒരിക്കലും ഇറങ്ങിപ്പോരരുതെന്നൊക്കെ. പക്ഷെ നബിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ അവർ ആ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അങ്ങനെ താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടത്. നമ്മൾ പരാജയപ്പെട്ട യുദ്ധമാണ് ഉഹദ് എന്ന് പറയുന്നത് കേട്ടോ. ബദർ കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞാണ് ഉഹദ് നടക്കുന്നത്, ഹിജ്റ 3-ാം വർഷം. അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വന്നു നിന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ഹിജ്റ 3-ാം വർഷം ശവ്വാൽ 7-ാം തീയതി ഒരു ശനിയാഴ്ച പ്രഭാതത്തിൽ അള്ളാന്റെ റസൂൽ മദീന പട്ടണം അവിടെ കിടക്കുന്നത് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വന്നിട്ട് നബി ആ ശനിയാഴ്ച രാവിലെ 700 സഹാബാക്കളുമായി പ്രവാചകൻ വന്നു നിന്നത് ഈ ഭാഗത്ത്, ഈ മതിൽക്കട്ടൊക്കെ ഉൾക്കൊള്ളുന്ന പള്ളിയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു ദിശയിലാണ് മുസ്ലിം സൈന്യം വന്നു നിന്നിരുന്നതാണ്. 700 സഹാബാക്കൾ. അപ്പൊ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുക, നബിയുടെയും സഹാബത്തിന്റെയും പിന്നിൽ ഉഹദ് പർവ്വതമായിരുന്നു. പിന്നിലാണ്. അപ്പൊ പിന്നിൽ ഉഹദ് പർവ്വതം വരണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ റസൂൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അബൂ സുഫിയാനും അബൂ സുഫിയാന്റെ കൂടെയുള്ള 3000-ഓളം വരുന്ന ഖുറൈശി സൈന്യം ആ ഭാഗത്താണ് ഉണ്ടായിരുന്നത്.
നമ്മൾ വന്ന ആ മൈതാനം ഉണ്ടല്ലോ പോലെ തന്നെ അവിടെ. അപ്പൊ 3000-ഓളം വരുന്ന ഖുറൈശികൾ മുഴുവനും അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വന്നിട്ട് നബി ജബൽ റുമാത്തിന്റെ പുറത്തുകൂടെ വന്നിട്ട് നബി സൈന്യത്തെ ഇവിടെയും കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ മുസ്ലിം സൈന്യം ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, ശത്രുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. യുദ്ധം തുടങ്ങാൻ പോവാണ്. അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് ഒരു 50 ആൾക്കാരെ വേർതിരിച്ചെടുത്തു. അമ്പെയ്ത്തുകാർ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന സഹാബിയുടെ നേതൃത്വത്തിൽ 50 സഹാബാക്കളെ പ്രവാചകൻ വില്ലാളികളെ വേർതിരിച്ചെടുത്തിട്ട് റസൂൽ ആ കുന്നിന്റെ മുകളിൽ വിന്യസിപ്പിച്ചു. അപ്പൊ അവിടെ അവരെ നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം ഇവിടെ നടക്കുമ്പോൾ 50 ആൾക്കാർ അവിടെ കയറി നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടെന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ നബി എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. കാരണം യുദ്ധം ഏതൊക്കെ വഴികളിലൂടെ മാറി മറിഞ്ഞ് യുദ്ധം വരാൻ സാധ്യതയുണ്ട് എന്ന് റസൂൽ നേരത്തെ കണക്ക് കൂട്ടുകയാണ്. അപ്പൊ നബി ഭയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സൈന്യാധിപനായ പ്രവാചകൻ ഭയപ്പെടുന്നത് യുദ്ധം ഇവിടെ തന്നെ നടക്കുക, സംശയമൊന്നുമില്ല. പക്ഷെ മുസ്ലിങ്ങൾ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ ഈ കുന്നിങ്ങനെ ചുറ്റിയ മുസ്ലിങ്ങളെ പിന്നിലേക്ക് വരും. സാധ്യതയാണ്. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ ബാക്കിലൂടെ വന്ന് ആക്രമിക്കും. അതെങ്ങനെ വരികയെന്ന് വെച്ചാൽ ഈ കുന്ന് ചുറ്റി വരുന്നത് കാണാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ എങ്ങാനും ശത്രുക്കൾ ഈ കുന്ന് ചുറ്റി വന്നാൽ മുസ്ലിങ്ങളുടെ പിന്നിലൂടെ വന്ന് അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ റസൂൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ കുന്ന് ശത്രുക്കൾ ചുറ്റി വരാതിരിക്കാൻ വേണ്ടി 50 സഹാബാക്കളെ വില്ലാളികൾ റസൂൽ അവിടെ നിർത്തി. ഇത് റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ നിരീക്ഷിക്കണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കുന്ന് ചുറ്റി ഞങ്ങളുടെ പിന്നിലേക്ക് ശത്രുക്കൾ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾ 50 ആൾക്കാരും ഒന്നിച്ച് രണഭൂമിയിലേക്ക് അവർക്കെതിരെ അമ്പെയ്യുക എന്നുള്ളതാണ്. തുരുതുരെ അമ്പെയ്യുക. അങ്ങനെ അമ്പെയ്ത് അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് അവരെ ഓടിക്കണം. ഒരു കാരണവശാലും അതിന്റെ പിന്നിലൂടെ അവർ നിങ്ങൾ കടത്തിവിടരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, രണഭൂമിയിൽ എന്ത് സംഭവിക്കുന്നത് കണ്ടാലും എന്റെ കൽപ്പന കിട്ടാതെ ഈ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല കേട്ടോ. ഇവിടെ എന്ത് നടന്നാലും റസൂൽ ഇത്രത്തോളം പറയുകയുണ്ടായി. എന്ത് പറഞ്ഞു ചോദിച്ചാലും ഒരുപക്ഷെ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ പരാജയപ്പെടുകയും ശത്രുക്കൾ ഞങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിക്കേറി ചിന്ന ഭിന്നമാക്കുകയും ആ വെട്ടിക്കേറപ്പെട്ട ശരീരഭാഗങ്ങൾ റാഞ്ചിയെടുക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് കഴുകന്മാർ പറന്നിറങ്ങുകയും ഈ കഴുകന്മാർ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ റാഞ്ചിയെടുത്ത് ഉയർന്നു പറക്കുന്നത് നിങ്ങൾ കാണാൻ ഇടവരികയും ചെയ്താൽ പോലും ആ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്രയും പ്രധാനമാണ് ആ കുന്ന്. രണഭൂമിയിൽ എന്ത് നടന്നാലും ഇറങ്ങാൻ പാടില്ല കേട്ടോ. അങ്ങനെ റസൂൽ 50 ആൾക്കാരെ നിർത്തുന്നു. ബാക്കി 650 ആൾക്കാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവിടെ 3000-ഓളം വരുന്ന ഖുറൈശി സൈന്യം അവിടെ അങ്ങനെ യുദ്ധം ആരംഭിച്ചു. ഈ 650-ഓളം വരുന്ന സഹാബാക്കൾ ശത്രുക്കളുടെ ഇടയിലേക്ക് കുടിച്ചു. ശത്രുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നു. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം. ഈ പോരാട്ടത്തിനൊടുവിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എല്ലാ യുദ്ധങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഇസ്ലാമിക സൈന്യം വിജയത്തിലേക്ക് കയറി. മുസ്ലിങ്ങൾ വിജയിച്ചു. 650 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ 3000 വരുന്ന ഖുറൈശി സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി. അങ്ങനെ പരാജിതരായ അബൂ സുഫിയാനും സൈന്യവുമെല്ലാം അവർ മക്കയിൽ നിന്ന് വന്ന വഴി അതാണ് കേട്ടോ. ആ വഴിയിലൂടെ എല്ലാവരും ഒന്നൊന്നായി പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അങ്ങനെ പിന്തിരിഞ്ഞോടുമ്പം രണഭൂമിയിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സമ്പത്ത്, ഈ സമ്പത്തിന് എന്താ പറയാ, ഗനീമത്ത് സ്വത്ത്, അത് ശത്രുക്കളുടെ സമ്പത്താണ്. അതൊക്കെ അവിടെ ഇട്ടെറിഞ്ഞവർ ഓടിയൊക്കെയായിരിക്കും. സ്വാഭാവികമായും വിജയികളായ മുസ്ലിം പട്ടാളക്കാർ ഈ സമ്പത്തെല്ലാം വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആര് കാണുന്നുണ്ട്? അവിടെ നിർത്തി. അവർക്ക് പ്രത്യേക പണിയൊന്നുമില്ല. അവർ കുറെ നേരമായി ഈ അമ്പൊക്കെ തയ്യാറാക്കിയാണ് നിൽക്കുന്നത്. ശത്രുക്കൾ അതാ പിന്തിരിഞ്ഞോടുന്നു, മുസ്ലിങ്ങൾ ഗനീമത്ത് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കണ്ടപ്പോൾ അവർക്ക് തോന്നിപ്പോയി ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ത് പരിപാടിയാണ്. അത്രത്തോളം അവരോട് പറഞ്ഞിട്ട് അവരത് ലംഘിച്ചു. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും അവിടെ നിൽക്കുമായിരുന്നു ഒക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാവും. ഞാനൊക്കെ അങ്ങനെ ഒരു വാക്ക് കേട്ടാ ഞാൻ ഇറങ്ങൂലട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളാണെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. ഇന്നിപ്പോ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാനും അത് പിന്തുടരാനൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു ജാഗ്രത ഉണ്ടല്ലോ. എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ നിർത്തി ആ സ്പോട്ടിൽ തന്നെ ഇറങ്ങി പോകും നോക്കുന്നതാണ്. ഇവിടെ നിൽക്കേണ്ട ആവശ്യം തന്നെ അല്ലാതെ നമ്മളെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നും വരാനൊരു സാധ്യത നമ്മളെ അഭിപ്രായമൊക്കെ പാസ്സാക്കി കളയുന്നതാണ്. അപ്പൊ അവർക്ക് തോന്നി താഴേക്ക് നോക്കുമ്പോൾ ശത്രുക്കളൊക്കെ പിന്തിരിഞ്ഞോടുന്നു, മുസ്ലിങ്ങൾ ഗനീമത്തൊക്കെ വാരിക്കൂട്ടുന്നു. അപ്പൊ അവർക്ക് തോന്നി ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് തോന്നുകയും നബിയുടെ അനുമതിക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിർത്തിയ സഹാബാക്കൾ ഭൂരിഭാഗവും രണഭൂമിയിലേക്ക് ഓടിയിറങ്ങുകയും അവരും മറ്റുള്ളവരെ പോലെ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നതിൽ പങ്കാളികളായി തീരുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് അവിടുന്ന് ഇങ്ങോട്ട് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നതോടുകൂടി പിന്തിരിഞ്ഞോടുന്ന ശത്രുസേന, ആ ശത്രുസേനയുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്ന എന്നാൽ പിൽക്കാലത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും ഇസ്ലാമിനെ ഒരുപാട് യുദ്ധങ്ങളിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ലോക ചരിത്രം കണ്ട എക്കാലത്തെയും പ്രതിപാദകനായ സൈന്യാധിപൻ മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ പടവാൾ എന്നൊക്കെ പിന്നീട് അദ്ദേഹത്തിന് പേരിട്ടിട്ടുണ്ട്. അന്ന് പക്ഷെ അദ്ദേഹം മുസ്ലിം അല്ലട്ടോ. അന്ന് അബൂ സുഫിയാന്റെ സൈന്യത്തിലെ 200-ഓളം വരുന്ന കുതിരപ്പടയുടെ നേതാവാണ് അദ്ദേഹം.
ഈ ഖാലിദ് റളിയല്ലാഹു ഒക്കെ പരാജിതനായി ഓടാൻ. ആ ഘട്ടത്തിലാണ് തന്ത്രശാലിയായ ഖാലിദ് ദൂരെ നിന്ന് ഈ കുന്നിലേക്ക് നോക്കി. ഖാലിദ് നോക്കും, അതാണ് ഖാലിദ് എന്ന് പറയുന്നത്. നിങ്ങൾ ഖാലിദിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പരാജയത്തിന്റെ ആഴക്കടലുകളിൽ നിന്ന് ഒരു സൈന്യത്തെ വിജയത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ലോക ചരിത്രത്തിൽ ഖാലിദിനോളം ഈ കല അറിയുന്ന ഒരു മനുഷ്യനെയും ഭൂലോകം വേറെ പ്രസവിച്ചിട്ടില്ല എന്നാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ് ഓടിക്കൊണ്ടിരിക്കും. ഈ കുന്നിലേക്ക് അദ്ദേഹം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ കുന്നിൽ നിന്ന് ആൾക്കാർ താഴേക്ക് ഇറങ്ങുന്നതാണ്. ഇതോടുകൂടി ഖാലിദ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള 200ഓളം വരുന്ന കുതിര സൈന്യത്തെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തി ആ കുതിരപ്പടയുമായി നേരെ ഈ കുന്നിന്റെ പിന്നിലൂടെ ഒരു കൊടുങ്കാറ്റ് പോലെ ഇസ്ലാമിന്റെ പിന്നിലേക്ക് വന്നു. മുസ്ലിങ്ങൾ അറിയുന്നില്ല, അവര് ഗനീമത്ത് വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് ആക്രമണം. മുടന്നിട്ട് ആക്രമണം വന്നപ്പോ മുസ്ലിങ്ങൾ ആകെ ഞെട്ടിപ്പോയി. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ ശത്രുക്കൾ വന്നു നിൽക്കുന്നു. ഇതോടുകൂടി മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? കയ്യിലുള്ള ഗനീമത്തൊക്കെ വലിച്ചെറിഞ്ഞു കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം തപ്പിപ്പിടിച്ചെടുത്ത് മുസ്ലിം സൈന്യം, അതുവരെ അങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടിയിരുന്ന മുസ്ലിം സൈന്യം മുഴുവൻ എന്ത് ചെയ്തു? എങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടാൻ തുടങ്ങി. അപ്പൊ മുസ്ലിങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടാൻ തുടങ്ങിയതോടുകൂടി പിന്തിരിഞ്ഞോടുന്ന ബാക്കിയുള്ള ഖുറൈശികൾ, അബൂ സുഫിയാൻ സൈന്യം 3000 ആൾക്കാരില്ലേ, അബൂ സുഫിയാൻ അതിനേക്കാൾ വലിയ തന്ത്രജ്ഞൻ. അബൂ സുഫിയാൻ കുറെ ഓടി ഓട്ടൊക്കെ നിർത്തി അബൂ സുഫിയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അബൂ സുഫിയാൻ കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതല്ല, മുസ്ലിങ്ങളെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടുന്നതാണ് ആര് കാണുന്നത്? അബൂ സുഫിയാൻ കണ്ടത്. ഇതോടുകൂടി അബൂ സുഫിയാൻ എന്ത് ചെയ്തു? അദ്ദേഹം ഓട്ടം നിർത്തി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൈന്യത്തെയൊക്കെ ക്രമീകരിച്ചു. എന്നിട്ട് അബൂ സുഫിയാൻ വീണ്ടും രണഭൂമിയിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇസ്ലാം ഇങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ നോക്കി ആക്രമണം. അബൂ സുഫിയാനും സൈന്യവും അവിടെ, ഖാലിദും സംഘവും ഇവിടെ, നടുവിൽ മുസ്ലിം സൈന്യം. ഇതാണ് പ്രിയപ്പെട്ടവരെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം. അങ്ങനെ വമ്പിച്ച പരാജയത്തിലേക്ക് വീണുപോയി. ഒരുപാട് സഹാബാക്കൾ രക്തസാക്ഷികളായി. ഒരു അൻസാരി വനിതയാണ്. ആ വനിതയുടെ പേരാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. കേൾക്കണം, ഉമ്മു ഉമ്മാറ എന്നാണ് ശരിക്കും പേര്. ഉമ്മു അമ്മാറ എന്ന് പറഞ്ഞു. ഉസൈബ ബിൻത് കഅബ്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ അവിടെ വന്നതിനാന്ന് ചോദിച്ചാൽ പരിക്കേറ്റ് വീണവർക്ക് വെള്ളം കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ചില സ്ത്രീകളൊക്കെ നബിയോട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. യുദ്ധത്തിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾക്കും അതിൻ്റെതായ റോൾ ഉണ്ട്. അപ്പൊ ഉമ്മമാരുടെ ജോലി എന്താന്ന് ചോദിച്ചാൽ വെള്ളം കൊടുക്കുക. അപ്പൊ ഉമ്മമാർ എന്താ ചെയ്യുക വെച്ചാൽ ഈ തോൽപാത്രത്തിലൊക്കെ വെള്ളം എടുത്തിട്ട് മുസ്ലിങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഓടിയിട്ട് പരിക്കേറ്റ് വീഴുന്നവരെ കാണുമ്പോൾ അവർക്കൊക്കെ വെള്ളം കൊടുക്കലാണ് ഉമ്മമാറിന്റെ ജോലി. ഉമ്മമാരെ വെള്ളപാത്രമൊക്കെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ അള്ളാഹുവിന്റെ പ്രവാചകൻ ശത്രുമധ്യത്തിൽ നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ച. ഈ കാഴ്ച ഉമ്മമാറിന് കണ്ടതോടുകൂടി ഞാനൊരു പെണ്ണാണെന്നുള്ള കാര്യം നബിയെ സഹായിക്കാൻ ആരുമില്ല. ഉമ്മമാർ എന്ത് ചെയ്തു? ഉമ്മമാരുടെ കയ്യിലെ വെള്ളപാത്രം അന്തരീക്ഷത്തിലേക്കാണ് വലിച്ചെറിഞ്ഞിട്ട് തന്റെ അരക്കെട്ടിന് മുറുക്കി കൊടുത്തു എന്നാണ്. അങ്ങനെ അരക്കെട്ട് മുറുക്കി കൊടുത്തിട്ട് പിന്തിരിഞ്ഞോടുന്ന ഒരു പടനിൽ നിന്ന് ഉമ്മമാർ റളിയല്ലാഹു അൻഹു ആയുധം കവർന്നെടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കുതിച്ചു. എന്നിട്ട് ശത്രുക്കളെ പിളർത്തി ഉമ്മമാർ പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത് ഉമ്മമാർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതെങ്ങനെ ഉമ്മമാർ നബിനെപ്പോ സംരക്ഷിച്ചിട്ടുണ്ടാവുക? അതിനെ കുറിച്ച് പിന്നെ റസൂല് പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷി റസൂലാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നബി പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്കിലുണ്ട് ഒക്കെ. റസൂലിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കേ, രണഭൂമിയിൽ ഞാൻ ഒറ്റക്കായ നിമിഷം എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യൻ ഈ ഘട്ടത്തിൽ ഞാൻ കാണുന്നത് ശത്രുവലയത്തെ കീറിമുറിച്ചുകൊണ്ട് പടവാളുമായി ഒരു പെണ്ണ് എന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്നതാണ്. റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോഴെല്ലാം ഉമ്മമാരെ കാണും, ഞാൻ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉമ്മമാരെ കാണും, ഞാൻ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ ഉമ്മമാരെ കാണും. ചില ഘട്ടങ്ങളിൽ പരിഭ്രാന്തിയോടുകൂടി ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. രണഭൂമിയുടെ ഏത് ഭാഗത്തേക്ക് ഞാൻ നോക്കിയാലും നോക്കുന്നിടത്തെല്ലാം ഉമ്മമാറാണ്. ഒരൊറ്റ വാക്കിൽ നിവേദ പറഞ്ഞു തീർത്തു കളഞ്ഞു. അതാണ് സംഭവം. എന്നാൽ എവിടെ നോക്കിയാലും ഉമ്മമാറ. അപ്പൊ ഉമ്മമാരെ എങ്ങോട്ട് നോക്കിയാലും ഉമ്മമാരെ കാണാനുള്ള കാരണം എന്താ? ഉമ്മമാരെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കും, ശത്രുക്കൾ വളഞ്ഞിരിക്കാൻ ഉമ്മമാരെ ഈ പടവാൾ ഇങ്ങോട്ട് കയ്യിലെടുത്തിട്ട് ഒരു ചിത്രശലഭം കണക്ക് പ്രവാചകന്റെ ചുറ്റും പാറിപ്പറന്ന് ശത്രുക്കൾ തീർത്ത മരണക്കെണിയെ അടിച്ചു തകർത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ തിരിച്ചെടുത്തത് ഉമ്മമാർ റളിയല്ലാഹു അൻഹയാണെന്നാണ്. 13ഓളം വെട്ട് ഉമ്മമാരൊക്കെ യുദ്ധത്തിൽ ഏറ്റുന്നാണ്. 13 വെട്ട്. ഒരു വെട്ട് വളരെ ആഴത്തിലുള്ളതായിരുന്നു, നമുക്ക് കാണാൻ പറ്റും. മരണസമാനമായി പരിക്കേറ്റു ഉമ്മമാർക്ക്. പിൽക്കാലത്ത് റസൂല് ഉമ്മമാരെ കാണുമ്പോഴെല്ലാം റസൂല് പറയുമായിരുന്നു, ഉമ്മമാരെ കണ്ട നബി വിളിക്കുമായിരുന്നു അടുത്തേക്കുന്ന. എന്നിട്ട് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, ഉഹുദിൽ എന്നെ സംരക്ഷിച്ച പെണ്ണാണിത്. ഇതെങ്ങനെ പറയാം? ഉഹുദിൽ എന്നെ കാത്തവളാണിത്. എന്നിട്ട് റസൂല് പറയും, ഇവളെ പോലെ എന്നെ സംരക്ഷിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും പറ്റുമോ എന്നൊക്കെ സഹാബാക്കളോട് ചോദിക്കുമായിരുന്നു എന്നാണ്. അതൊരു സ്ത്രീക്ക് കിട്ടുന്ന വലിയ ബഹുമതിയാണ്. ഈ ഉമ്മമാരെയാണ് പ്രവാചകൻ ഈ വലിയ കുഴിയിലേക്ക് വീഴുന്നത് കണ്ടത്. ഇങ്ങനെ പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഴിയിലേക്ക് റസൂലോട്ട് വീണത് കണ്ടതോടുകൂടി ഉമ്മമാർ ഉറക്കെ വിളിക്കാൻ തുടങ്ങി, യാ മാശറൽ അൻസാർ, അല്ലയോ മദീനക്കാരെ അൻസാരികളെ, നിങ്ങളെവിടെ? നിങ്ങളുടെ പ്രവാചകൻ അപകടത്തിൽപ്പെട്ടി. അൻസാറുകളെ എന്ന് വിളിക്കുന്നത്, മദീനക്കാരെ നിങ്ങളെവിടെ? നിങ്ങളുടെ നബി അപകടത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിളിക്കാനുള്ള കാരണം ഉമ്മമാരെ മദീനക്കാരിയാണ് കേട്ടോ. നിങ്ങൾ അക്കബ ഉടമ്പടി കേട്ടുക്കണോ?
അക്കബ ഉടമ്പടി എന്ന് പറയും. അക്കബയാണ് ഹിജ്റ ഉണ്ടാക്കിയത്. ഇവിടുന്ന് അൻസാറുകൾ നബിനെ പോയി വിളിച്ചതാണ്. ഈ രണ്ടാം അക്കബ ഉടമ്പടി എന്നാണ് ഹിജ്റ രൂപപ്പെടുന്നത്, ആശയം രൂപപ്പെടുന്നത്. ഈ രണ്ടാം അക്കബ ഉടമ്പടിയിൽ നബിനെ ഈ നാട്ടിലേക്ക് വിളിച്ചത് 75 ആൾക്കാരാണ്. അന്ന് അക്കബ ഉടമ്പടിയിൽ 75 ആൾക്കാരുണ്ടായിരുന്നു. ആ 75 ആൾക്കാരിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളും. ചരിത്രം പഠിക്കുന്നവർക്കറിയാം ആ 2 സ്ത്രീകളിൽ ഒരാളാണ് ആര്? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഉമ്മമാർ അതിങ്ങിട്ട് പടവാൾ കയ്യിലെടുത്തിട്ട് അക്കബയിൽ പങ്കെടുത്തവരെ വിളിക്കാൻ, നിങ്ങൾ എവിടെ പോയി? പ്രവാചകൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, നബിയെ സഹായിക്കാൻ അൻസാറുകളെ രണഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് ഈ വിളിങ്ങിട്ട് കേട്ടു എന്നാണ്. അങ്ങനെ സഹാബാക്കളൊക്കെ പാടെ നബി നിൽക്കുന്ന ഭാഗത്തേക്ക്. ഇവിടെ മൊത്തം 70 ആൾക്കാർ വധിക്കപ്പെട്ടു. 70 ആളുകളിൽ 66 ആളുകൾ അൻസാറുകളാണ് കേട്ടോ. ആ കണക്ക് അങ്ങനെ വന്നതെന്ന് അറിയണമെങ്കിൽ അക്കബ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാവണം. 66 ആൾക്കാർ മദീനയുടെ മക്കളാണ്, ബാക്കി 4 ആൾക്കാരാണ് മുഹാജിർ. അപ്പൊ ഈ ഉമ്മമാരുടെ വിളി കേട്ടിട്ട് സഹാബാക്കളെല്ലാം ഓടി വന്നു. അങ്ങനെ 30 സഹാബാക്കൾ ഓടി വന്ന് നബിന്റെ അടുത്തേക്ക്. എന്നിട്ട് നബി വീണ് കിടക്കുന്ന ഈ കുടിയുടെ ചുറ്റും വട്ടത്തിൽ നിന്നിട്ട് ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരുന്നു. ഈ 30 ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും വധിക്കപ്പെട്ടു. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 9 സഹാബാക്കള് ഓടി വന്നിട്ട് നബി ഈ വീണ് കിടക്കുന്ന കുഴിയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടുന്ന് എടുത്തിട്ട് വളരെ വേഗം പ്രവാചകന്റെ ഉഹദ് മലയുടെ അടിഭാഗത്ത് ഇന്നും ഒരു ഗുഹ കാണാൻ പറ്റും. ആ ഭാഗത്ത് ആ ഗുഹയിലേക്ക് നബിനെ കൊണ്ടുപോയി ആ ഗുഹയിലാണ് പ്രവാചകനെ സംരക്ഷിച്ചതെന്നാണ്. ഈ 9 ആൾക്കാർ പ്രവാചകനെ ഇവിടുന്ന് എടുത്തിട്ട് ആ ഗുഹയിൽ എത്തിച്ചപ്പോഴേക്ക് 9 സഹാബാക്കളിൽ 7 സഹാബാക്കൾ മാർഗമധ്യ രക്തസാക്ഷികളായി തീർന്ന ചരിത്രം. അവിടുത്തെ 2 ആൾക്കാരെ ബാക്കിയുള്ളൂ. ഈ രക്തസാക്ഷികളായ 7 ആൾക്കാരും അൻസാറുകളായിരുന്നു. അപ്പൊ നബിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ യുദ്ധത്തെ അവലോകനം ചെയ്ത് നബി പറഞ്ഞ വാക്കതായിരുന്നു, ഈ യുദ്ധത്തിൽ അൻസാറുകളോട് നമ്മൾ നീതി കാണിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞ വാക്കതാണ്. ഇവിടെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് മദീനക്കാരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടൊക്കെ കാണാം. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന് ആ മലമടക്കിലേക്ക് നബിയാണ് പിൻവാങ്ങിയതോടുകൂടി സഹാബാക്കൾ മൊത്തം നബിയുടെ കൂടെ ആ മലമടക്കിലേക്കാണ് ചേർന്ന് നിന്നു. അങ്ങനെ മുസ്ലിം സൈന്യം ആ മലമടക്കിലേക്ക് പിൻവാങ്ങിയതോടുകൂടി രണഭൂമി ശത്രുക്കൾക്ക് സ്വന്തമായി. പിന്നെ ഇവര് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ചെയ്ത് ആ വെയിൽ കൊള്ളുന്നവർ കുറച്ചുകൂടി നിന്നാട്ടെ. പിന്നെ ഇവിടെ ചെയ്തെന്താന്ന് ചോദിച്ചാല് ശത്രുക്കൾ ചെയ്ത് സഹാബാക്കളൊക്കെ മാറി. ഇതോടുകൂടി ശത്രുക്കൾക്ക് രണഭൂമിയുടെ ആധിപത്യം അവർക്കായി. പിന്നെ അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രക്തസാക്ഷികളായി കിടക്കുന്ന സഹാബാക്കളുടെ ശരീരങ്ങളൊക്കെ വെട്ടിക്കീറി വികൃതമാക്കാന്നാണ്. അങ്ങനെ വെട്ടിക്കീറി വികൃതമാക്കി അബൂ സുഫിയാനും സംഘവും വിജയഭേരി മുഴക്കിയെന്നാണ്. അവർ വിജയിച്ചു. അങ്ങനെ സന്തോഷത്തോടെ അബൂ സുഫിയാനും സംഘവും ഒക്കെ കുറെ കഴിഞ്ഞിട്ട് അവരെല്ലാം മക്കയിലേക്ക് അതാ ദിശയിലൂടെ പിന്തിരിഞ്ഞു പോയി. കുറെ കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കാൽമുട്ടൊക്കെ പൊട്ടി തകർന്ന് നടക്കാനൊക്കെ നല്ല പ്രയാസമുണ്ട്. ചുണ്ടൊക്കെ പൊട്ടി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ആ ചോരയുടെ ഒഴുക്ക് നിർത്തിയത് ഫാത്തിമ ബീവി ഓടി വന്നിട്ട് ഒരു പായയുടെ തുമ്പ് കരിച്ചിട്ടാണ് ആ കരി ഇവിടെ വെച്ചു കൊടുത്തിട്ടാണ്. ചുണ്ടിങ്ങനെ തൂങ്ങിയിരുന്നു എന്നാണ്. അപ്പൊ ചോര ഇങ്ങനെ ഒഴുകാണ് നബിയുടെ. ആ ഘട്ടത്തിൽ പല മരുന്നുകൾ വെച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ഫാത്തിമ ബീവി ഓടി വന്നിട്ട് പായന്റെ തുമ്പൊക്കെ കരിച്ച് ഇവിടെ വെച്ചു കൊടുത്തപ്പോൾ ആ ഒഴുക്ക് അങ്ങനെ നിന്നു എന്നാണ്. അങ്ങനെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇവിടേക്ക് മടങ്ങി വന്നിട്ടും ഈ രണഭൂമിയിലൂടെ അല്ലാഹു റസൂൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് പല ശരീരങ്ങളും നബി കാണുന്നുണ്ട്. പക്ഷെ ഒരാളെ പ്രവാചകൻ ആവർത്തിച്ച് ചോദിക്കാൻ തുടങ്ങി. അത് മറ്റാരുമല്ല, ഈ ലോകത്ത് പ്രവാചകൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഇസ്ലാമിന്റെ എല്ലാമായ തന്റെ പ്രിയങ്കരനായ പിതൃവൻ അസദുല്ലാഹി ഹംസ റളിയല്ലാഹു അൻഹു. നബി ചോദിക്കാൻ തുടങ്ങി, എന്റെ പിതൃവൻ എവിടെയാണ്? എളാപ്പാനെ കാണുന്നില്ല. ഐന അമ്മി മാ ഫഅല ഹംസ, ഹംസ എന്തെടുക്കുകയാണ്? നിങ്ങൾ ആരെങ്കിലും എന്റെ എളാപ്പാനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബദറിന്റെ വിജയശില്പിയെ തെരഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാൻ തുടങ്ങിയെന്നാണ്. എവിടെ പോയി? ഹംസനെ കാണുന്നില്ലല്ലോ. അങ്ങനെ റസൂൽ ഇങ്ങനെ നടക്കുമ്പം ഒരു ഭാഗത്ത് ഈ പള്ളിന്റെ ചരിത്രം അതാണ് കേട്ടോ. ഇവിടെയാണ് ഹംസ റളിയല്ലാഹു വീണ് കടന്നിരുന്നത്. ഈ പള്ളിയുടെ പേര് മസ്ജിദ് സയ്യിദ് ശുഹദ എന്നാണ്. രക്തസാക്ഷികളുടെ നേതാവിന്റെ പള്ളി. അതിന് പേരിട്ടാൻ കാരണം അങ്ങനെയാ. ഹംസ ഇവിടേക്ക് റസൂൽ എത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ശരീരം കിടക്കുന്ന റസൂൽ കണ്ടു എന്നാണ്. അത് പ്രിയങ്കരനായ പിതൃവൻ ഹംസയാണ്. ഹംസ റളിയല്ലാഹു വധിക്കപ്പെട്ടിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു വധിച്ച ആളുടെ പേര് അറിയാലോ, വൈശി എന്ന് പറയുന്ന ഒരാളല്ലേ ചാട്ടുളി കൊണ്ട് ഹംസാലിനെ നാഭിക്ക് നേരെ എറിഞ്ഞതൊക്കെ ചരിത്രം അറിയാം. വൈശി അത് ഏർപ്പാട് ചെയ്തതിൽ ഹിന്ദിനൊക്കെ നിർണായകമായ പങ്കുണ്ട്. കാരണം ഹിന്ദിന്റെ പിതാവിനെയും ഹിന്ദിന്റെ സഹോദരനെയും ബദറിൽ വധിച്ചത് ഹംസയാണ്. അതിന്റെ പ്രതികാരമാണ്. അങ്ങനെ വൈശി പറയുന്നുണ്ട്, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പം ഞാൻ വിഷം പുരട്ടി ഈ ചാട്ടുളിയും കൈ പിടിച്ചാണ്ട് നബിന്റെ അളാപ്പോടുണ്ടെന്ന് തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല. പക്ഷെ എന്നോട് പറഞ്ഞു പണി അതായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ വൈശി പറയുന്നുണ്ട്, രണഭൂമിയിൽ ഹംസയെ ഞാൻ കണ്ടു. ആ കാഴ്ചയെ കുറിച്ച് വൈശി പറയുന്നുണ്ട്, അദ്ദേഹം ഹംസ പടവെട്ടിക്കൊണ്ടിരിക്കുന്നു. തന്റെ മുന്നിൽ വരുന്ന സകല ശത്രുക്കളെയും ആളും തരവും നോക്കാതെ ഹംസ റളിയല്ലാഹു വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിനെ വിജയത്തിലേക്ക് ഹംസ റളിയല്ലാഹു കൊണ്ടുപോകുന്നത് ഞാനിങ്ങനെ കാണാൻ. ഒരാൾക്കും ഹംസന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. അടുത്തവരെ മുഴുവനും മധ്യം വെട്ടി താഴെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഹംസന്റെ അടുത്ത് ചെന്ന അപകടമാണ്. അപ്പൊ ഞാനൊരു ഭാഗത്ത് മാറി നിന്നു എന്നാണ്. ഒരു കല്ലിന് മറവ് ചാരി നിന്നു. എന്നിട്ട് ആ ചാട്ടുളി കയ്യിലെടുത്തു. ചതിപ്രയോഗമാണ്. ഹംസ അറിയാതെ എനിക്ക് കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് ആ ചാട്ടിൽ കൊണ്ട് ഹംസയുടെ നാഭിക്ക് നേരെ ഞാൻ ഉന്നം പിടിച്ചു. പക്ഷെ പറയുന്നൊരു വാക്കുണ്ട്, ഞാനിത് ഉന്നം പിടിച്ചെറിഞ്ഞാൽ ഇത് ലക്ഷ്യം പഴക്കൂല എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ അറിയാൻ കഴിയുന്ന ഒരാളാണ് വൈശി. അങ്ങനെ ഹംസയുടെ നാഭിക്ക് നേരെ ഉന്നം പിടിച്ചിടും. എന്നിട്ട് വൈശി ആ ചാട്ടുള്ളി എറിഞ്ഞു എന്നാണ്.
പക്ഷെ പറയുന്നു ആ ചാട്ടുളി ഹംസയുടെ നാഭി തുളച്ച് ശരീരത്തിന്റെ മറുഭാഗത്തിൽ കൊള്ളനെടുത്തത് കൊണ്ടും ആ ഏറിന് കിട്ടിയപ്പം ഹംസാറിലോ സ്തബ്ധനായി നിന്ന് പോയി, അനങ്ങാൻ പറ്റാതെ നിന്നു. അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞ് ഇതാരാണ് എറിഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയത്. അപ്പൊ എന്നെ കണ്ടപ്പോ എന്റെ നേരെ നടന്നെടുക്കാൻ ശ്രമിച്ചു എന്നാണ്. പക്ഷെ എന്റെ നേരെ നടക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു 2-3 കാലടി വളരെ പ്രയാസത്തിൽ എന്റെ നേരെ അദ്ദേഹം വെച്ചു. പിന്നെ രണഭൂമിയിൽ അദ്ദേഹം വീഴുന്നത് ഞാൻ കണ്ടു. അങ്ങനെ രക്തസാക്ഷിയായി എന്ന് ഉറപ്പായപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ആ ചാട്ടുളി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് കൂടാരത്തിൽ ഇരിക്കുന്നുണ്ട് ദൂരെ. ആ ഹിന്ദിന്റെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. എന്നിട്ട് ഹിന്ദിനോട് ഞാൻ കാര്യം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പണി ചെയ്തിട്ടുണ്ടോ? ഇതാ ഹംസയുടെ രക്തത്തുള്ളികൾ. ആ ചാട്ടുള്ളിയുടെ അറ്റം കാണിച്ചു കൊടുക്കുന്ന ഹിന്ദാണെങ്കിൽ ആ വാക്ക് കേൾക്കാനായി 1 കൊല്ലമായി കാത്തു നിൽക്കണം. ആ വാക്കിന് കേട്ടതോടുകൂടി ഹിന്ദ് എഴുന്നേറ്റു. ഹംസ എവിടെ കിടക്കുന്നു എന്ന് കാണേണ്ടതുണ്ട് എനിക്ക്. അങ്ങനെ ഹിന്ദ് ഹംസാറിന്റെ ശരീരത്തിന്റെ അടുക്കൽ വന്നിരുന്നു. എന്നിട്ട് തന്റെ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കഠാരി ആ കത്തി എടുത്തിട്ട് റസൂലിന്റെ പിതൃവിന്റെ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്തു, മൂക്ക് ചുഴിയെടുത്തു, ചെവി അരിഞ്ഞെടുത്തു, നാവ് പിഴുതെടുത്തു, വയറ് കീറിയിട്ട് കുടൽമാലകളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്നാണ്. ഈ കണ്ണും കാതും മൂക്കും നാവും ഒക്കെ അരിഞ്ഞെടുത്ത് ഒരു മാലയിൽ കോർത്ത് ആ മാല കഴുത്തിലിട്ടിട്ട് അബൂ സുഫിയാന്റെ പെണ്ണ് ഇവിടെ ആഹ്ലാദ നൃത്തം ചവിട്ടിന്നാണ്. എന്നിട്ടും ഐശ്വര്യം തീരാഞ്ഞിട്ട് നബിയുടെ പിതൃവന്റെ മാറ് പുലർത്തി അതിനുള്ളിൽ നിന്ന് കരള് പുറത്തെടുത്തിട്ട് ആ കരള് വായിലിട്ട് കടിച്ച് ചവച്ച് കാർക്കിച്ച് തുപ്പിക്കളഞ്ഞു എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവര്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് ജീവനിൽ പ്രവാചകൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ പ്രിയങ്കരനായ കളിക്കൂട്ടുകാരൻ റസൂൽ ഹംസയും നമ്മൾ 2 വയസ്സിന്റെ പ്രായ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അവരും മുലകുടി ബന്ധത്തിലെ സഹോദരന്മാർ കൂടെയാണ്. ഒരു ഉമ്മന്റെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാ. ആ തന്റെ കളിക്കൂട്ടുകാരൻ ഈ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന രംഗം കണ്ടിട്ട് സഹാബാക്കൾ പറയാം, റസൂൽ അവിടെ ഇരുന്നു. കുറച്ചു നേരം നബി ആ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് പോയി എന്നാണ്. ദയനീയമായ നോട്ടം എന്നാണ്. എന്നിട്ട് പിന്നെ നബി മുഖം മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു എന്നാണ്. പിന്നെ അങ്ങോട്ട് നോക്കുന്നില്ല, അവിടെ ഇരിക്കാൻ അങ്ങോട്ട് നോക്കുന്നില്ല, വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു റസൂല്. സഹാബാക്കൾ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങി കരയുന്നതാണ് നിങ്ങൾ കാണുന്നത്. നബിന്റെ കണ്ണ് നിറയുന്നുണ്ട്, നബിന്റെ മുഖം നനയുന്നുണ്ട്, താടി രോമങ്ങൾ നനഞ്ഞു കുതിരുകയാണ്. തേങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. എത്രത്തോളം പ്രവാചകൻ കരഞ്ഞു എന്ന് ചോദിച്ചാൽ കരഞ്ഞ് നബിയുടെ താഴെയുള്ള മണ്ണ് നനയോളം കരഞ്ഞു എന്നാണ്. മണ്ണ് നനയോളം കരയണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാണ്, എത്ര കണ്ണീര് താഴെ വീണിട്ടുണ്ടാണ്. അതുപോലെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹംസാറുല്ലാന്റെ ശരീരം മറമാടാൻ വേണ്ടി കബറിലേക്ക് എടുത്തപ്പോഴേ സഹാബാക്കൾ പറയുന്നത്, ഞങ്ങൾ ഇവിടുന്ന് ഒരു തുണി കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഹംസാറുല്ലാന്റെ ശരീരമൊക്കെ ഇട്ടിട്ട് രക്തസാക്ഷികളുടെ ചക്രവർത്തിയെ മറമാടാൻ വേണ്ടി ഞങ്ങൾ കബറിലേക്ക് എടുക്കണം. നബിന്റെ മുന്നേ ശരീരത്തിനെ വലിച്ചപ്പം നബിയുടെ കരച്ചിൽ ഞങ്ങളെല്ലാം കേൾക്കെ ഉറക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. അങ്ങനെ കരയാൻ പറ്റുമോ? അത് കരയാൻ പാടില്ല. പക്ഷെ നിയന്ത്രണ രേഖകളൊക്കെ നബി മറന്നുപോയി എന്നാണ്. അങ്ങനെ കരഞ്ഞു. അങ്ങനെ ഹംസയെ വിടാൻ നബി തയ്യാറായില്ല. തന്റെ കളിക്കൂട്ടുകാരന്റെ ശരീരത്തിൽ നബി ഇങ്ങനെ കൈ ചേർത്ത് വെച്ചിട്ട് അവസാനത്തെ വാക്കാണ് നബി പറഞ്ഞത്, ഇത് ചെയ്തവരെ ഞാൻ പാഠം പഠിപ്പിക്കും. എന്റെ പിതൃവിനോട് ഈ അക്രമം ചെയ്ത ആളുകൾ മക്ക ഞാൻ ജയിച്ചടക്കുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. അന്ന് ഇത് ചെയ്തവരെ മുഹമ്മദ് വെറുതെ വിടൂല, അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് തന്റെ പിതൃവിനെ മറമാടാൻ നബി സമ്മതിച്ചതെന്ന. ഇതൊരു വലിയ പ്രതിജ്ഞയാണ്. പക്ഷെ ഈ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ മക്ക റസൂൽ ജയിച്ചടക്കി. മക്കമ്പത്ത് ഇതിന് 8-ാം വർഷം. അന്ന് നബിന്റെ മുന്നിൽ ഈ പറയുന്ന വൈശ്യം ഇതൊക്കെ നബിന്റെ മുന്നിൽ വന്നില്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അവരോട് ചെയ്തത്? അള്ളാന്റെ റസൂല് ടിഷ്യൂണ്ട് എല്ലാ ടിഷ്യൂകളും എടുക്കില്ലേ. ഓക്കെ. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇത് ചെയ്തവരെ ഞാൻ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എന്നിട്ട് അങ്ങനെ മറമാടിയത്. പിന്നെ മക്കമ്പത്ത് അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഈ പറയുന്ന ഹിന്ദും ഈ പറയുന്ന വൈശ്യൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വരുന്നുണ്ട്. അങ്ങനെ മക്കമ്പത്തിന് അന്ന് അതുകൂടി പറയട്ടെ, മക്കമ്പത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോൾ ഈ പറയുന്ന വൈശ്യന്റെ മുന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആൾക്കൂട്ടത്തിൽ വൈശ്യ ഇങ്ങനെ പേടിച്ച് ഉറച്ച് നിൽക്കുന്നത് കണ്ടപാട് റസൂല് മനസ്സിലായി ഇത് പിന്നെ വൈശ്യാണല്ലോ. വൈശ്യ കണ്ടപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വൈശ്യല്ലേ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു വൈശ്യാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇവിടെ വാന്ന് പറഞ്ഞു. വൈശ്യ വിളിച്ചു മക്കമ്പത്തിൻ്റെ. എന്നിട്ട് ഇടതുഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈശ്യനെ ഇരുത്തി, ബുക്കോഴുത് ഇവിടെ ഇരിക്കടോ എന്ന് പറഞ്ഞു. ഇരുന്ന പാട് നബി വൈശ്യയോട് ചോദിച്ചു, ഹദ്ദിസ്നി കൈഫ ഖതൽത ഹംസ, എടോ എന്റെ പിതൃവൻ ഹംസയെ ഉഹുദിൽ നീ എന്താണ് ചെയ്തത്, എന്റെ അളപ്പാൻ എന്താ ഉഹുദിൽ കാണിച്ചത് പറയുന്നു പറഞ്ഞു. അപ്പൊ നബിക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തേങ്ങി അള്ളാന്റെ റസൂൽ. അപ്പം 5 കൊല്ലം കഴിഞ്ഞിട്ടും ഈ കണ്ണീര് തീർന്നിട്ടില്ല എന്നാണ്. റസൂലും കരയുന്നു, എല്ലാവരും കൂടി കൂട്ടക്കരച്ചിൽ. ഈ കരച്ചിലൊക്കെ കൂടി കണ്ടപ്പം ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന്, എന്ത് നിലപാട് സ്വീകരിക്കുന്ന ഒരു പിടുത്തം ഉമറിന് കിട്ടുന്നില്ല. ഉമറിന് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ആകെ പിടുത്തം വിട്ടു പോകുന്ന ഒരാളാണ് ഉമർ. ഉമർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ
ആ കൂടി കരയുന്നത് കണ്ടപ്പോൾ, നബിയും കരയുന്നത് കണ്ടപ്പം ഉമർ വാളിങ്ങോട്ട് ഊരിന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ, ഞങ്ങളുടെ പ്രവാചകനെ കരയിപ്പിച്ച ഈ മനുഷ്യന്റെ തലവെട്ടാൻ പോവുകയാണ് ഞാൻ. റസൂലെ എനിക്ക് അനുമതി തരൂ, എന്നെ വിടൂ, ഞാൻ ഇയാളെ തലവെട്ടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇയാൾ തലവെട്ടാൻ വേണ്ടി ഉമർ വാൾ ഊരിന്നാണ്. ആ ഒരു ഘട്ടത്തിൽ ആ റസൂൽ കാരുണ്യവും വിട്ടുവീഴ്ചയും ഈ ലോകത്തെ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ തടുത്തതെന്ന. ഉമർ മാറി നിൽക്കുന്നു. ഉമറിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് വൈശ്യ പ്രവാചകൻ ചേർത്ത് പിടിച്ചു. എന്നിട്ട് വൈശ്യയെ കുറിച്ച് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ വാക്കിന് സമാനമായൊരു വാക്കും ലോകത്തൊരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. റസൂൽ വൈശ്യയെ ചേർത്ത് പിടിച്ച് പറഞ്ഞത്, ഗഫറല്ലാഹു ലക യാ വൈശി, അല്ല നിനക്ക് പുറത്ത് തരട്ടെ എന്ന്. നീ ചെയ്ത് തെറ്റുണ്ടല്ലോ, സഹിക്കാവുന്നതിനപ്പുറമാണ്, പക്ഷേ വൈശി അല്ല നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് റസൂല് കരഞ്ഞിട്ട് അവസാനം വൈശിയോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, വൈശി ഒരു അപേക്ഷ മാത്രം ബാക്കിയുണ്ട്, ഒന്ന് മാത്രമേ ഉള്ളൂ നിന്നോട് പറയാൻ. എന്താണെന്ന് ചോദിച്ചാലും പല അറിയുന്നൊക്കെ പതിലിയോ ഒരപേക്ഷ എന്ന് വെച്ചാൽ നമ്മൾ തമ്മിലേ ഇനി കാണാനൊന്നും ഇടവരരുത് കേട്ടോ, ഈ മാറി നടന്നോളം നീ എൻ്റെ മുന്നിൽ വരരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കൊണ്ട് പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഈ മനുഷ്യനെ കാണുമ്പോൾ നബിക്ക് ഹംസ റളിയല്ലാഹുവിന്റെ ഓർമ്മകളൊക്കെ കൂടി നെഞ്ചിലേക്ക് വരും. അപ്പൊ നമ്മൾ തമ്മിൽ ഇനി കാണാൻ ഇടവരാതിരിക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞു. പിന്നെ വായിച്ച് മരിക്കുന്നവരെ നബിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ, നേരിട്ട് കണ്ടില്ല എന്നല്ല, നബിന്റെ മുന്നിൽ ഒന്നും നിന്നിട്ടില്ല, മറിഞ്ഞ് പല ഭാഗത്തൊക്കെയാണ് വായിച്ച് നിന്നിരുന്നത്. പിന്നെ വായിച്ച് ഇസ്ലാമിലേക്കൊക്കെ വന്ന് വലിയ അതോടുകൂടി ഇസ്ലാമൊക്കെ വന്നു. പിന്നെ അദ്ദേഹത്തിനൊക്കെ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ വായിച്ച് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഈ തെറ്റിനൊക്കെ അദ്ദേഹം ജീവിതം കൊണ്ട് പിന്നെ പ്രായശ്ചിത്തം ചെയ്തതായിട്ട് ചരിത്രം വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ രക്തസാക്ഷികളായ 70 സഹാബാക്കളെയും പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന മതിൽക്കെട്ടിനകത്താണ് അവരൊക്കെ കിടക്കുന്നത്. ഈ ദീനിന് വേണ്ടി പോരാടി രക്തസാക്ഷികളായ അൻസാറുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അവർക്ക് സലാം പറയാണ് വേണ്ടത്. എങ്ങനെയാ കബറുകൾ കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ മതിൽക്കെട്ടിന്റെ വലത്തെ ഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ വലിയ ഒരു തളമുണ്ട്. ആ തളത്തിനകത്ത് 67 സഹാബ അൻസാറുകളൊക്കെ അവിടെയാണ്. 67 ആൾക്കാർ അതിനകത്തുണ്ട്. കൊട്ടിയപ്പം മിസ്സബയും മുറിക്കൈകൾ കൊണ്ട് പതാക നെഞ്ചിലേക്ക് അടച്ചു പിടിച്ചു. വിടാൻ വേങ്ങിയില്ല. ആ ഘട്ടത്തിൽ ശത്രുക്കൾ പിന്നെ കുന്തം കൊണ്ട് നെഞ്ചിലാണ് കുത്തുന്നത്. ഈ നെഞ്ചിലുള്ള കുത്തേറ്റ് മിസ്സബ് വീണ് രക്തസാക്ഷിയായി കഴിഞ്ഞിട്ട് മിസ്സബ് മറവാടാൻ വേണ്ടി കബറിലേക്ക് എടുക്കുമ്പം മിസ്സബ് റളിയല്ലാഹുവിന്റെ ശരീരം മുഴുവനായി മറക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം ഉണ്ടായിരുന്നില്ല. ചരിത്ര പ്രസിദ്ധമാണ് ഈ സംഭവം. ഒരു ചെറിയ പുതപ്പ്, ചെറിയ വസ്ത്രം, അത് മാത്രമേ ഉള്ളൂ. ഈ പുതപ്പ് തലഭാഗത്തേക്ക് വലിക്കുമ്പോൾ കാല് പുറത്താവും, കാൽഭാഗത്തേക്ക് വലിക്കുമ്പോൾ തല പുറത്തു വരും. കഫം പുടവ തികയുന്നില്ല. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു നബിയോട്, നബിയെ എല്ലാവർക്കും കഫം പുടവ തികയുന്നുണ്ട്, മിസ്സബിന് അതും തികയുന്നില്ല, എന്താ ചെയ്യാൻ നമ്മൾ ചോദിച്ചു. റസൂൽ പറഞ്ഞു പുല്ല് വെട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ സഹാബാക്കൾ ഇതിലൊക്കെ നടന്നിട്ടേ പുല്ല് അരിഞ്ഞു കൊണ്ടുവന്നു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നബി പറഞ്ഞു മിസ്സബിന്റെ പുതപ്പ്, ആ വസ്ത്രം തലഭാഗത്തേക്ക് വലിക്കുന്നു പറഞ്ഞു. തലഭാഗത്തേക്ക് വലിക്കുമ്പോൾ കാലൊക്കെ പുറത്താണ്, കാലൊക്കെ പുല്ലുകൊണ്ട് കെട്ടിക്കൊള്ളും. അങ്ങനെ പുല്ലും പുതപ്പുമായി മഹാനായ മിസ്സബ് റളിയല്ലാഹു അൻഹു കബറിലേക്ക് കിടക്കുന്നത്. കബറിൽ ഇങ്ങനെ കിടക്കുന്ന റസൂൽ ഇങ്ങനെ നോക്കി നിന്ന് കരയാൻ തുടങ്ങിയതാ. കണ്ണീരോടെ റസൂൽ മിസ്സബിനെ വിളിച്ചിട്ട്, മിസ്സബെ, മക്കയിൽ വെച്ച് ഞാൻ നിന്നെ കണ്ട ഒരു കാലമുണ്ട്. അന്ന് നീ ധരിക്കുന്ന അത്രയും വിലപിടിപ്പുള്ള വസ്ത്രം ഈ ലോകത്തൊരു മനുഷ്യനും മിസ്സബെ ധരിക്കാറുണ്ടായിരുന്നില്ല. നിന്റെ തലമുടിയോളം മനോഹരമായ തലമുടിയും ലോകത്തൊരാൾക്ക് മിസ്സബെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മക്കയിൽ സുഖലോലുപനായി ജീവിച്ച മിസ്സബെ, ഇന്ന് അള്ളാഹിന്റെ അടുത്തേക്ക് നീ പോകുമ്പോൾ ഒരു വസ്ത്രം പോലും ഈ ലോകത്ത് ബാക്കി വെക്കാതെ മിസ്സബെ എന്തേ നീ അള്ളാഹിന്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ റസൂൽ കരയാൻ തുടങ്ങിയതാണ്. എന്തോടോ ഒരു വസ്ത്രം പോലും ബാക്കി വെച്ചുകൂടായിരുന്നോ? അതാണ് സഹാബി എന്ന് പറയുന്നത് കേട്ടോ. നമ്മളെവിടെ കിടക്കുന്നത് അവരെവിടെ കിടക്കുന്നതൊക്കെ ഇടയ്ക്ക് ആലോചിക്കുന്നത് നല്ലതാണ്. അവർ പോയ സ്വർഗത്തിക്കല്ലേ നമുക്കും പോകേണ്ടത്. പോകാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? മാറ്റങ്ങൾ ഉണ്ടാവണ്ടേ? അതാണ് മിസ്സ് പറഞ്ഞ ജീവിതം നമുക്ക് നൽകുന്ന പാഠം. ഏതായിരുന്നാലും നമ്മൾ അവിടെ ചെന്നിട്ട് അവർക്ക് സലാം പറയാം, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് നേരെ ബസ്സിലേക്ക് നമ്മൾ വളരെ വേഗം ബസ്സിലേക്ക് എത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.